ഇനി നമ്മളിവിടെ പഠിക്കുന്ന ചാപ്റ്റർ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ ആണ്. നമ്മുടെ എർത്തിൽ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന അമേസിങ് ബയോഡൈവേഴ്സിറ്റി വി ഹാവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര ഏകദേശം ആൻസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഉറുമ്പുകൾ ഒരു 20,000 സ്പീഷീസ് ഉണ്ട്. ബീറ്റിൽസ് വണ്ടുകൾ ഒരു 3 lakh സ്പീഷീസോളം ഉണ്ട്. 28,000 സ്പീഷീസ് ഓഫ് ഫിഷസ് ഉണ്ട്. 20,000 സ്പീഷീസ് ഓഫ് ഓർക്കിഡ് ഉണ്ട്. നമുക്ക് പലതും അറിയില്ല, പക്ഷേ ഇത്രയും ഇത്രയും വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും അല്ലേ. അപ്പോൾ എക്കോളജിസ്റ്റും എവല്യൂഷണറി ബയോളജിസ്റ്റും ഒക്കെ ഇതിനെക്കുറിച്ച് പഠിക്കാനും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് കുറേ നാളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്തിനാണ് ഇതിന് മാത്രം സ്പീഷീസ്? അതേപോലെ തന്നെ ഈ സ്പീഷീസ് ഓഫ് ഈ പലതരത്തിലുള്ള ഈ ഡൈവേഴ്സിറ്റി എർത്തിൻ്റെ ഹിസ്റ്ററി മുതലേ ഉണ്ടായിരുന്നതാണോ? എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വന്നത്? എന്താണ് ഈ ഡൈവേഴ്സിറ്റി കൊണ്ട് ബയോസ്ഫിയറിനുള്ള ഗുണം? അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി വുഡ് ഇറ്റ് ഫങ്ഷൻ എനി ഡിഫറെൻ്റ്ലി ഇഫ് ദ ഡൈവേഴ്സിറ്റി വാസ് മച്ച് ലെസ്? ഡൈവേഴ്സിറ്റി ഇഫ് ഇത്രയും ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി എന്ന ഹ്യൂമൻ ലൈഫിന് ലാഭം ഉണ്ടാകുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ മനസ്സിലാക്കാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് വി വിൽ സി ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ എർത്തിൽ ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ലാർജ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം വി ക്യാൻ സി. ഈ ഡൈവേഴ്സിറ്റി പല കോംപ്ലക്സ് ലെവലിൽ, അതായത് ബയോളജിക്കൽ ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് കോംപ്ലക്സ് ലെവലിൽ നമുക്ക് ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി കാണാൻ പറ്റും. ഓക്കെ, ബയോഡൈവേഴ്സിറ്റി ഈസ് ദ ടേം പോപ്പുലറൈസ്ഡ് ബൈ ദ സോഷ്യോ ബയോളജിസ്റ്റ് എഡ്വേർഡ് വിൽസൺ. എഡ്വേർഡ് വിൽസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ബയോഡൈവേഴ്സിറ്റീനെ പോപ്പുലറൈസ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് കമ്പൈൻഡ് ഡൈവേഴ്സിറ്റി അറ്റ് ഓൾ ലെവൽസ് ഓഫ് ബയോളജിക്കൽ ഓർഗനൈസേഷൻ, എല്ലാ ലെവലും ബയോളജിക്കൽ ഓർഗനൈസേഷനിലും ഉള്ള കമ്പൈൻഡ് ഡൈവേഴ്സിറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ബയോ മാക്രോ മോളിക്യൂൾ മുതൽ സെല്ല് മുതൽ ടിഷ്യൂ മുതൽ അങ്ങനെ എല്ലാ ലെവൽസിലും ഈ ബയോഡൈവേഴ്സിറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി, ജനറ്റിക് ഡൈവേഴ്സിറ്റി, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ബയോ മൈക്രോ മോളിക്യൂൾ ലെവലിലുള്ള ഡൈവേഴ്സിറ്റിയാണ് കേട്ടോ. അതായത് ഒരു സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസം ആസ് ഇറ്റ് ഒക്കേഴ്സ് ബിക്കോസ് ഓഫ് ജനറ്റിക് വേരിയേഷൻ കൊണ്ടുണ്ടാകുന്ന ഡൈവേഴ്സിറ്റി. ഓക്കെ, ഒരു സിംഗിൾ സ്പീഷീസ് തന്നെ പലതരത്തിലുള്ള ഡൈവേഴ്സിറ്റി കാണിക്കുന്നതിനാണ് നമ്മൾ ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഈ ഫീസി മെഡിസിനൽ പ്ലാന്റ് ആയിട്ടുള്ള റവോൾഫിയ വൊമിറ്റോറിയ എന്ന് പറയുന്ന പ്ലാന്റ്, ഹിമാലയൻ റേഞ്ചസിൽ കാണുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ പൊട്ടൻസി ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ദ ആക്റ്റീവ് കെമിക്കൽ റിസർപൈൻ എന്ന് പറയുന്ന ഒരു ആക്റ്റീവ് കെമിക്കലിൻ്റെ പൊട്ടൻഷ്യാലിറ്റിയും അതുപോലെ അതിൻ്റെ കോൺസെൻട്രേഷനും അനുസരിച്ച് പല വേരിയൻസ് ഉണ്ട്, അതായത് പല തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ 50,000 ജനറ്റിക്കലി ഡിഫറെൻറ്റ് സ്ട്രെയിൻസ് ഓഫ് റൈസ് ഉണ്ട്, 1,000 വെറൈറ്റീസ് ഓഫ് മാംഗോസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് ഈ പറയുന്ന ജനറ്റിക് ഡൈവേഴ്സിറ്റിക്ക് എക്സാമ്പിളാണ് കേട്ടോ. ഈ റെസർപൈൻ എന്ന് പറയുന്ന കെമിക്കൽ എന്തിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതെന്ന് അറിയാം? അതൊരു മെഡിസിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഹൈപ്പർ ടെൻഷന് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ സ്നേക്ക് ബൈറ്റിന്, കോളറ, സെഡേറ്റീവായിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ക്രോണിക് മെൻ്റൽ ഇൽനെസ്സിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ റെസർപൈൻ എന്ന് പറയുന്ന കെമിക്കൽ. അതിൻ്റെ അളവിൻ്റെ അനുസരിച്ച് പല ജനറ്റിക് കോമ്പോസിഷനാണ് അവർക്കുള്ളത്, അതായത് പല വെറൈറ്റി ഉണ്ട്. അതേപോലെ സ്പീഷീസ് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ലെവലിൽ നമുക്ക് വെസ്റ്റേൺ ഗാർഡിലൊക്കെ പോയി കഴിഞ്ഞ് ആംഫീബിയൻ സ്പീഷീസ് പല വെറൈറ്റീസ് ഉണ്ട് ദാൻ ദ ഈസ്റ്റേൺ ഗാർഡിനേക്കാൾ കൂടുതൽ വെസ്റ്റേൺ ഗാർഡിലാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഉള്ളത്. അതായത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ഡിഫറെൻറ്റ് എക്കോസിസ്റ്റം ഓൾസോ. ഇനി എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നോക്കിയാൽ എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഒരുപാട് കൂടുതലുണ്ട് ദാൻ ദ സ്കാൻഡിനേവിയൻ കൺട്രി ലൈക്ക് നോർവേ പോലത്തെ കൺട്രീനേക്കാൾ ഒരുപാട് കൂടുതലുണ്ട് എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, മാൻഗ്രൂവ്സ് എന്ന് പറയുന്നത് എന്താണ്? മാൻഗ്രൂവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷ്രബും ചെറിയ ട്രീസും ഒക്കെ ഉള്ള കോസ്റ്റൽ സലൈൻ ബ്രാക്കിഷ് വാട്ടർ ആണ് കേട്ടോ. അതായത് ഈ ചെളി പോലെ കിടക്കുന്ന എന്താ പറയുക മാർഷി ഏരിയാസ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ പറയുന്ന മാൻഗ്രൂവ്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഇനി കോറൽ റീഫ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീയുടെ ബൗണ്ടറിയിൽ കാണുന്ന റിഡ്ജ് ഓഫ് റോക്ക് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് കോറൽസ്. ഇനി കോറൽ ലീഫ് എന്ന് പറയാം. വെറ്റ്ലാൻഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ലാൻഡിനും അതുപോലെ തന്നെ വാട്ടറിനും ഇടയ്ക്കുള്ള വാട്ടർ സാച്ചുറേറ്റ് ആയിട്ടുള്ള ലാൻഡിനെയാണ് വെറ്റ് ലാൻഡ് എന്ന് പറയുന്നത്. അതുപോലെ എസ്റ്ററീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദികളൊക്കെ വന്ന് ചേരുന്ന എന്നാൽ സീയുടെ കുറച്ച് ഭാഗം കൂടി കൂടിയ നമ്മൾ
കായൽ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഏരിയയാണ് ഈ പറയുന്ന എസ്റ്റുറീസ് എന്ന് പറയുന്നത്. അതുപോലെ ആൽപൈൻ മീഡോസ് ഉണ്ട്, ചെറിയ ചെറിയ ഷ്രബ്സ് മൗണ്ടൻസിൽ കാണുന്ന റീജിയനാണ് നമ്മൾ ആൽപൈൻ മീഡോസ് എന്ന് പറയുന്നത്. അപ്പോൾ പല എക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി നമുക്ക് ഇന്ത്യയിൽ കാണാൻ കഴിയും. ഓക്കെ, നമ്മൾ മില്യൺസ് ഓഫ് ഇയേഴ്സ് എടുത്തിട്ടാണ് ഇത്രയും എവല്യൂഷൻ നടന്നിട്ടാണ് ഇത്രയും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മുടെ കൺട്രിയിൽ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ബയോസ്ഫിയറിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ബയോഡൈവേഴ്സിറ്റിനെ നശിപ്പിക്കാൻ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം മതി. സോ ഇറ്റ് ഈസ് വെരി necessary for conserving the biodiversity. It is to avoid many vital environmental issues like the critical importance of biodiversity for our survival and well-being on this planet, that all are very important for us, so that has to be preserved. Okay, ഇനി നമ്മൾ എത്ര തരത്തിലുള്ള സ്പീഷീസ് ആർ ദെയർ ഓൺ എർത്ത് ആൻഡ് ഹൗ മെനി ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എത്രയുണ്ട്, എത്ര സ്പീഷീസ് ഉണ്ട്, എർത്തിൽ എത്ര സ്പീഷീസ് ഉണ്ടെന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പബ്ലിഷ്ഡ് റെക്കോർഡ് വെച്ച് 2004 IUCN പബ്ലിഷ് ചെയ്ത റെക്കോർഡ് വെച്ച്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റൻ ആണ് കേട്ടോ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് IUCN എന്ന് പറയുന്നത്, അതിന്റെ അബ്രീവിയേഷൻ ആണ് ചോദിച്ചത്. ടോട്ടൽ നമ്പർ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ സ്പീഷീസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള സ്ലൈറ്റ്ലി മോർ ദാൻ 1.5 മില്യൺ സ്പീഷീസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പോഴും അറിയാം ഹൗ മെനി സ്പീഷീസ് ഇറ്റ് ഹാസ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് ഡിസ്ക്രൈബ്ഡ്. കുറേ, അത് എത്ര ഡിസ്കവർ ചെയ്യാനും ഡിസ്ക്രൈബ് ചെയ്യാനും ഉണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കറിയാം കുറേ എണ്ണം ഇനിയും ഡിസ്കവർ ചെയ്യാത്തത് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പല ആളുകളും ഗസ് ചെയ്യുന്നത് ടാക്സോണമിസ്റ്റ് ഒക്കെ ഗസ് ചെയ്യുന്ന ഒരുപാട്, അതായത് ടെമ്പറേറ്റ് റീജിയനിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ദ സ്പീഷീസ് ഹാവ് ബീൻ ഫൗണ്ട് ഔട്ട് ആസ് കമ്പയർഡ് ടു ട്രോപ്പിക്കൽ ഏരിയ എന്നാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അതായത് ട്രോപ്പിക്കൽ കൺട്രീസിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത്. ടെമ്പറേറ്റ് ഏരിയയിൽ ബയോഡൈവേഴ്സിറ്റി കുറവായിരിക്കും, കാരണം ടെമ്പറേറ്റ് ഏരിയ എന്ന് പറയുന്ന കുറച്ചും കൂടെ ഇക്വേറ്റർ റീജിയനിൽ നിന്ന് പോളാർ റീജിയനിലേക്ക് പോകുന്ന ആ ഒരു അങ്ങനെ ചാഞ്ഞ് അതായത് സൺലൈറ്റ് അത്ര അവൈലബിൾ അല്ലാത്ത എക്സ്ട്രീം ക്ലൈമറ്റിക് കണ്ടീഷനൊക്കെ വരുന്ന ഏരിയയാണ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് സ്പീഷീസ് ഡൈവേഴ്സിറ്റി കുറച്ചേ കാണാൻ പറ്റുള്ളൂ. അവിടുത്തെ കൂടുതൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ട്രോപ്പിക്കൽ റീജിയനേക്കാൾ എന്നാണ് എക്കോളജിസ്റ്റിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ ടെമ്പറേറ്റ് ട്രോപ്പിക്കൽ സ്പീഷീസ് റിച്ച്നെസ് എന്ന് പറയുന്നത് എക്സോസ്റ്റിവ്ലി സ്റ്റഡീഡ് ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് ആൻഡ് എക്സ്ട്രാപോളി, നമ്മൾ ഈ പറയുന്ന എല്ലാ ഓർഗാനിസത്തിനെയും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഈ ടെമ്പറേറ്റ് ഫോറസ്റ്റിലും അതുപോലെ തന്നെ ട്രോപ്പിക്കൽ ഫോറസ്റ്റിലും കണ്ടുപിടിക്കാത്ത ഒരുപാട് വെറൈറ്റി ഓർഗാനിസം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സം എക്സ്ട്രീം എസ്റ്റിമേറ്റ് പറയുന്ന 20 to 50 മില്യൺസ് ഇനിയും ഹിഡൻ ആണെന്നാണ്. പക്ഷേ റോബർട്ട് മെയ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹം എസ്റ്റിമേറ്റ് ചെയ്ത് ഗ്ലോബൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഏകദേശം 7 മില്യൺ ആയിരിക്കും എന്നാണ് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ എർത്തിന്റെ ബയോഡൈവേഴ്സിറ്റി ബേസ്ഡ് ഓൺ കറന്റ് അവൈലബിൾ സ്പീഷീസ് ഇൻവെന്ററീസ് എങ്ങനെയായിരിക്കും നോക്കാം. എർത്തിലെ ബയോഡൈവേഴ്സിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 70% ഓഫ് സ്പീഷീസ് ഫൗണ്ട് ഔട്ട് ചെയ്തേക്കുന്നതിൽ ആനിമൽസ് ആണുള്ളത്. ബാക്കി 30%-ൽ 22% വരുന്ന ആൽഗയും ഫംഗൈ പ്രയോഫൈറ്റ് ജിംനോസ്പേം ആൻജിയോസ്പേം ആണ്. അതേപോലെ ആനിമൽസിൽ തന്നെ 70% ഇൻസെക്ട്സ് ആണ്. അതായത് 10 ആനിമൽസിന് എടുത്ത് അതിനകത്ത് 1 ഇൻസെക്റ്റ് ആയിരിക്കും, 7 ഇൻസെക്റ്റ് ആയിരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെ ഫംഗൈ സ്പീഷീസ് ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൈൻഡ് സ്പീഷീസ് ഓഫ് ഫിഷസ്, ആംഫീബിയൻ, റെപ്റ്റൈൽസ് ആൻഡ് മാമൽസ്, ഫിഷസിനെയും ആംഫീബിയൻസിനെയും റെപ്റ്റൈൽസിനെയും മാമൽസിനെയും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതലുണ്ട് ഫംഗസിന്റെ നമ്പർ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. സോ ഹിയർ ദർ ദ ബയോഡൈവേഴ്സിറ്റി ഓഫ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ഹാവ് ഗിവൻ ആസ് ഇൻവെർട്ടിബ്രേറ്റ്, വെർട്ടിബ്രേറ്റ്, പ്ലാന്റ്സ്. ഇൻവെർട്ടിബ്രേറ്റിന്റെ ബയോഡൈവേഴ്സിറ്റി നോക്കി കഴിഞ്ഞാൽ ഇൻസെക്ട്സ് ഒരുപാട് കൂടുതലാണ്. മൊളസ്കും ക്രസ്റ്റേഷ്യൻസും അതർ ആനിമൽ ഗ്രൂപ്പ്സ് ആർ ഓൾസോ പ്രസന്റ് ഹിയർ. വെർട്ടിബ്രേറ്റ് നോക്കിക്കുക ഫിഷസ് ആണ് അതിൽ ഏറ്റവും കൂടുതൽ. amphibians, reptiles, birds, mammals ഉണ്ട്. Now here we can see in the case of plants. Plantsലാണ് ഇവിടെ ഫംഗൈ എഴുതിയിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഫംഗൈ പ്ലാന്റ് അല്ല. Then algae, this much will be lichen, very little will be there. Angiosperm, a large group is there. Fern and Alice. Alice എന്ന് പറയുന്ന വേറൊന്നുമില്ല, ഫേണിനെ പോലെ തന്നെ ഒരു ഓർഗാനിസം ആണ് കേട്ടോ. അലീസ് എന്ന് പറയുന്ന ഫേണിനെ പോലെ തന്നെ ഒരു ഓർഗാനിസം ആണ്. ബ്രയോഫൈറ്റ്, ആസ്മോസസ്, ഇതൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ ഫംഗസും ആൻജിയോസ്പേമും ഒരുപാടുണ്ട്. ഓക്കെ, സോ ഹിയർ this represents the global biodiversity. Proportionate number of species of major types of plants, invertebrate and vertebrate ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ നമ്മൾ ഫംഗസിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വേറെ വെർട്ടിബ്രേറ്റും ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഫിഷസും ആംഫീബിയൻസും റെപ്റ്റൈൽസും മാമൽസും അത്രയും നമ്പർ ഉണ്ടാവും. ഫംഗസ് തിരിച്ചു കൊടുത്തേക്കുമ്പോൾ ഫംഗസിന്റെ നമ്പർ കുറവായിട്ടാണ് നമുക്ക് കാണുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എസ്റ്റിമേറ്റിൽ പ്രോക്യാരിയോട്ടിനെ പറ്റിയിട്ട് ഒന്നും പറയുന്നില്ല. പ്രോക്യാരിയോട്ടിന്റെ ഡിഫറെന്റ് സ്പീഷീസിനെ കണ്ടുപിടിക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൈക്രോബിയൽ സ്പീഷീസ് ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്
ഓർഗാനിസം ഈസ് വെരി മൈന്യൂട്ട് മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആണ്. അതേപോലെ തന്നെ ഈ ഓർഗാനിസംസ് ഒക്കെ എപ്പോഴും മ്യൂട്ടേഷൻ സംഭവിച്ച് അതിന് ഒരുപാട് ചേഞ്ചസ് വരുന്നത് കൊണ്ട് തന്നെ അവരുടെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ട് ഡൈവേഴ്സിറ്റി ഉണ്ടാവുകയും ആ ഡൈവേഴ്സിറ്റി കൊണ്ട് നമുക്ക് എത്ര സ്പീഷീസ് ഉണ്ടെന്ന് ഈസി ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. ഓക്കെ, ഇന്ത്യയുടെ ബയോഡൈവേഴ്സിറ്റി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2.4% ഓഫ് ദ ലാൻഡ് ഏരിയ ആണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ അവിടുത്തെ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് 88.1% ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺട്രി വൺ ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രീസ് ഓഫ് ദ വേൾഡ്, നമ്മുടെ വേൾഡിലെ വൺ ഓഫ് ദ 12 മെഗാ ഡൈവേഴ്സിറ്റി കൺട്രി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഏകദേശം 45,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും 90,000 സ്പീഷീസ് ഓഫ് ആനിമൽസും ഓൾറെഡി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന്. ഇനി ഈ മെയ്യുടെ ഗ്ലോബൽ എസ്റ്റിമേറ്റ് വെച്ച് ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1 lakh സ്പീഷീസ് ഓഫ് പ്ലാന്റ് സ്പീഷീസ് ഹാസ് ടു ബി ഫൗണ്ട് ഔട്ട്, 3 lakh ആനിമൽ സ്പീഷീസ് എറ്റ് ടു ബി ഡിസ്കവേർഡ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ അത്രയും ഏകദേശം ഡിസ്കവർ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കണക്ക് പ്രകാരം നമ്മൾ 22% സ്പീഷീസിനെ മാത്രമേ ഇതുവരെ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ മാൻ പവറും അതുപോലെ തന്നെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് ഈ ജോബ് ഈസി ആക്കാൻ പറ്റുള്ളൂ. പക്ഷേ ദ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഹോപ്പ്ലെസ് ആണ്. കാരണം മെനി ഓഫ് ദ ഓർഗാനിസം ബിഫോർ ഇറ്റ്സ് ഡിസ്കവറി ഇറ്റ് സെൽഫ് ഈസ് ഡിസപ്പിയറിംഗ് ഓർ ഇറ്റ് ഈസ് ഗെറ്റിംഗ് എക്സ്റ്റിങ്ക്റ്റ്. പല ഓർഗാനിസം അവർ ഡിസ്കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുകയാണ്. അതുകൊണ്ട് തന്നെ പല ഓർഗാനിസത്തിനെ നമുക്ക് മിസ്സായി പോകും. എന്ന് പറഞ്ഞാൽ നേച്ചേഴ്സ് ബയോളജിക്കൽ ലൈബ്രറി എന്ന് പറയുന്നത് എന്താണ്? ദ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഓർ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഈവൻ ബിഫോർ വി കാറ്റലോഗ് ദ ടൈറ്റിൽ ഓഫ് ഓൾ ദ ബുക്സ് സ്റ്റോക്ഡ് ദെയർ, അതായത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവാന്ന്. അതൊരു ഫ്രേസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി നോക്കിയാൽ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ്. ദ പാറ്റേൺ ഓഫ് ബയോഡൈവേഴ്സിറ്റി വി ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് ആൻഡ് വി ക്യാൻ എക്സ്പ്ലെയിൻ വിത്ത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. എന്താണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയന്റ് എന്ന് നോക്കാം. പ്ലാന്റ്സിന്റെയും ആനിമൽസിന്റെയും ഡൈവേഴ്സിറ്റി യൂണിഫോം ആയിട്ടല്ല കാണുക, അത് അൺഈവൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനിലാണ് അത് കൂടുതൽ വളരുക. അതുകൊണ്ട് തന്നെ ആ ഈക്വേറ്റർ റീജിയനിൽ കൂടുതൽ ഓർഗാനിസംസിന്റെ ഡൈവേഴ്സിറ്റി കാണും ദാൻ വി ഗോ ടുവേർഡ്സ് ദ പോളാർ റീജിയൻ. പോളാർ റീജിയനിലേക്ക് പോകുന്തോറും നമ്മുടെ ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞാണ് വരിക. അതായത് വിത്ത് few examples it has given here, that is tropical region like latitudinal range of 23.5 degree north to 23.5 degree south. അതായത് ഇക്വേറ്റർ റീജിയനിൽ നിന്ന് കുറച്ച് 23.5 ഡിഗ്രി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there the more number of organisms will be present. Example, if we consider Colombia, which is located near the equator, has nearly 1,400 species of birds. ബേർഡ്സിന്റെ എസ്റ്റിമേറ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1,400 സ്പീഷീസ് ബേർഡ്സ് ഉണ്ട് ഇക്വേറ്റർ റീജിയനോട് അടുത്ത്. പക്ഷേ ഈ ന്യൂയോർക്കിലേക്ക് പോകുന്നവർ ന്യൂയോർക്ക് ഒരു 41 ഡിഗ്രി ആംഗിളിലാണ് ടിൽറ്റിലാണ് കാണുക. അവിടെ പിന്നെയും എന്തായിരിക്കും ടെമ്പറേച്ചർ വളരെ കുറവൊക്കെ ആയിരിക്കും. സോ 105 സ്പീഷീസ് ആർ പ്രസന്റ്, ഓൺലി 105 സ്പീഷീസ് ആർ പ്രസന്റ് ഇൻ ദ ന്യൂയോർക്ക്. ഗ്രീൻലാൻഡ് കാണുന്ന 71 ഡിഗ്രി നോർത്തിലാണ്. സോ ദയർ ഓൺലി 56 സ്പീഷീസ് ഇസ് ദയർ. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രോപ്പിക്കൽ ലാറ്റിറ്റ്യൂഡ് ആണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് തന്നെ 1,200 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഓളം നമുക്ക് കാണാൻ പറ്റും. Tropical region like equator has up to 10 times as many species of vascular plants as a forest of equal area in temperate region like Midwest of the USA. ടെമ്പറേറ്റ് റീജിയനേക്കാൾ ഒരു 10 മടങ്ങ് ഓർഗാനിസംസ് കൂടുതൽ അല്ലെങ്കിൽ പ്ലാന്റ്സ് കൂടുതലുള്ളത്, വാസ്കുലാർ പ്ലാന്റ്സ് കൂടുതലുള്ളത് ഇക്വേറ്റർ റീജിയനിലാണ്. ഓക്കെ, അതുപോലെ ട്രോപ്പിക്കൽ ആമസോണിയൻ റെയിൻ ഫോറസ്റ്റിലൊക്കെ സൗത്ത് അമേരിക്കയിലുള്ള ഗ്രേറ്റസ്റ്റ് ബയോഡൈവേഴ്സിറ്റി കാണുന്നത് അവിടെയൊക്കെയാണ്. അവിടെ ഏകദേശം 40,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സും 3,000 സ്പീഷീസ് ഓഫ് ഫിഷസും 1,300 സ്പീഷീസ് ഓഫ് ബേർഡ്സും 427 മാമൽസും 427 ആംഫീബിയൻസും 378 റെപ്റ്റൈൽസും മോർ ദാൻ 1,25,000 ഇൻവെർട്ടിബ്രേറ്റും കാണുന്നുണ്ട്. അപ്പോൾ സയന്റിഫിക്കിന്റെ എസ്റ്റിമേറ്റ് അനുസരിച്ച് ഈ ഏകദേശം 2 million ഇൻസെക്ട് സ്പീഷീസ് വെയിറ്റിംഗ് ടു ബി ഡിസ്കവേർഡ് ആൻഡ് നെയിംഡ് എന്നാണ് പറയുന്നത്. അതായത് ആമസോൺ ഫോറസ്റ്റിലൊക്കെ ഒരുപാട് ഓർഗാനിസത്തിന് ഇനി ഡിസ്കവർ ചെയ്യാനും നെയിം ചെയ്യാനുമായിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ട്രോപ്പിക്കൽ റീജിയനിൽ കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉണ്ടാവാൻ കാരണം ദാൻ ദ ടെമ്പറേറ്റ് റീജിയൻ? ട്രോപ്പിക്കൽ റീജിയനിലൊക്കെ മാക്സിമം പ്രൊഡക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ദ പ്രൈമറി പ്രൊഡക്ഷൻ ഇറ്റ് വിൽ ബി മാക്സിമം ഇൻ ദാറ്റ് ഏരിയ. അതേപോലെ തന്നെ അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്റ്റർബൻസ് വളരെ കുറവായിരിക്കും. അതായത് ഏകദേശം ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും ഒരുപാട് ക്ലൈമാറ്റിക് വേരിയേഷൻസ് അല്ലെങ്കിൽ എക്സ്ട്രീം ക്ലൈമാറ്റിക് ചേഞ്ചസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഓർഗാനിസത്തിന് കൂടുതൽ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ അത് തന്നെയാണ്. ജീവിക്കാൻ ഏറ്റവും നല്ല
കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ട്രോപ്പിക്കൽ എൻവയോൺമെൻറ്റ് തന്നെയാണ്. പക്ഷേ ടെമ്പറേറ്റ് സോണിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീസണൽ വേരിയേഷൻ വളരെ കൂടുതലായിരിക്കും. സീസണൽ വേരിയേഷൻ വളരെ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസത്തിന് സർവൈവ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ എന്താവും, അവിടെ ഡൈവേഴ്സിറ്റി കുറവായിരിക്കും. അതാണ് ടെമ്പറേറ്റ് സോണും ട്രോപ്പിക്കൽ സോണും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇനി സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്, അതായത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് വെച്ച് നമുക്ക് ഓർഗാനിസത്തിന്റെ റിച്ച്നെസ് നമുക്ക് മനസ്സിലാക്കാം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, സീ ഹിയർ, ഇഫ് വി കൺസിഡർ എ പർട്ടിക്കുലർ ഏരിയ ദർ വിൽ ബി ഡൈവേഴ്സിറ്റി ഓഫ് ലിവിങ് ഓർഗാനിസം, റൈറ്റ്. സോ ഇനി ഞാനിവിടെ ഒരു ഏരിയ എടുക്കുകയാണ്, അതായത് ഇതേപോലെ ഒരു റൗണ്ട്, ഇത് ഇത്ര ഏരിയ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എ എന്ന് കൺസിഡർ ചെയ്തു. അതേപോലെ കുറച്ചും കൂടി ഏരിയ എടുത്തു, ഇതിനെ ഞാൻ ബി എന്ന് കൺസിഡർ ചെയ്തു. ഇനി ഞാൻ കുറച്ചും കൂടി സി എന്ന് പറയുന്ന ഒരു ഏരിയ എടുത്തു, ഇതിനെ ഞാൻ സി എന്ന് കൺസിഡർ ചെയ്തു. ഏറ്റവും പുറത്തെ ഡി. ഓക്കെ, ഇനി ഞാൻ ഇത് ഒരു ഏരിയ, ഒരു എക്കോളജിസ്റ്റ് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇതിനകത്ത് എ ഏരിയ എന്ന് പറയുന്നത് വളരെ സ്മോൾ ഏരിയ ആണ്, ഈ ബി ഏരിയ എന്ന് പറയുന്ന ലാർജ് ഏരിയ ആണ്, സി ഏരിയ എന്ന് പറയുന്ന ലാർജർ ഏരിയ ആണ്, ഡി ഏരിയ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഏരിയ ആണ്, ഏറ്റവും കൂടുതൽ ഏരിയ. അപ്പോൾ അദ്ദേഹം എ ഏരിയ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ അയാൾക്ക് 5 സ്പീഷീസ് ആയി കിട്ടിയെന്നിരിക്കട്ടെ. ബി ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് 10 സ്പീഷീസ് കിട്ടും. സി ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് 20 സ്പീഷീസ് കിട്ടും. ഡി ഏരിയ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്കും ഇറ്റ് വിൽ ബി ജസ്റ്റ് 22. ഓക്കെ, ജസ്റ്റ് ഇമാജിൻ ദിസ് ഇൻ യുവർ മൈൻഡ്. ഇത്രയും നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. അതായത് ഏരിയ കൂടുതൽ കൺസിഡർ ചെയ്യുന്നതോറും സ്പീഷീസിന്റെ റിച്ച്നെസ് കൂടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഏരിയ കൂടുതൽ കൺസിഡർ ചെയ്യുമ്പോൾ സ്പീഷീസിന്റെ റിച്ച്നെസ് നമുക്ക് കൂടുതൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സൗത്ത് അമേരിക്കൻ ജംഗിളിൽ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റാണ് ഇത് ഒബ്സർവ് ചെയ്ത് സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഓർ ദ റീജിയൻ സ്പീഷീസ് റിച്ച്നെസ് ഇൻക്രീസ് വിത്ത് ഇൻക്രീസിങ് എക്സ്പ്ലോറിംഗ് ഏരിയ എന്ന് അദ്ദേഹമാണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഈ സ്പീഷീസ് ഏരിയ റിച്ച്നെസ് ഇറ്റ് ഈസ് ഏരിയ റിലേഷൻഷിപ്പ് പ്ലോട്ട് ചെയ്തേക്കുന്ന ഗ്രാഫ് റെക്ടാങ്കുലർ ഹൈപ്പർബോളയാണ് കേട്ടോ. ഇത് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്നാണ് ഈ ഗ്രാഫിന് പറയുന്നത്. ഇതൊരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ദ ഏരിയ ഇറ്റ് ഈസ് കൺസിഡേർഡ് ഇൻ എക്സ് ആക്സിസ് ആൻഡ് സ്പീഷീസ് റിച്ച്നെസ് ഇറ്റ് ഹാസ് ടേക്കൺ ഇൻ വൈ ആക്സിസ്. നോക്കിക്കേ, ഇത്രയും ഏരിയ എടുത്തപ്പോൾ സ്പീഷീസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അതായത് 1-2 സ്പീഷീസ് മാത്രമേ ഉള്ളൂ. ദെൻ ആഫ്റ്റർ കൺസിഡറിങ് ദിസ് മച്ച് ഏരിയ യു ജസ്റ്റ് ഇമാജിൻ ദിസ് മെനി സ്പീഷീസ് ആർ പ്രസന്റ് ഇൻ ഇറ്റ്. ഇത്രയും സ്പീഷീസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഏരിയ കൺസിഡർ ചെയ്തപ്പോൾ യു ജസ്റ്റ് സീ ദിസ് ഹാസ് ഇൻക്രീസ്, ദ സ്പീഷീസ് റിച്ച്നെസ് ഹാസ് ബീൻ ഇൻക്രീസ് ദിസ് മച്ച്. ആൻഡ് അഗെയിൻ വെൻ വി ഇൻക്രീസ് ദ ഏരിയ ദിസ് മച്ച് ഏരിയ വെൻ വി ഇൻക്രീസ് we can see the species richness it is again increased. Now next when we increase the area it came only this much variation, ഒരു വളരെ കുറച്ച് വേരിയേഷൻ. ഇനി ഇങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയായിരിക്കും, സെയിം സ്പീഷീസ് റിച്ച്നെസ് തന്നെയായിരിക്കും ഉണ്ടാവുക. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഈ ഏരിയ ഒരു ചെറിയ വട്ടത്തിൽ നോക്കിയാൽ കുറച്ച് സ്പീഷീസ് ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, അതിൻ്റെ ഇരട്ടിയുള്ള ഒരു വട്ടത്തിൽ നോക്കിയാൽ അതിൻ്റെ ഇരട്ടി ഉണ്ടാവും, അതിൻ്റെ ഇരട്ടിയുള്ള ഒരു സർക്കിളിൽ നോക്കിയാൽ. ഇനി അവിടെ നിന്ന് പിന്നെയും കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്പീഷീസ് റിച്ച്നെസ് നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഒരു 2 എണ്ണത്തിന്റെ മാത്രം ഇൻക്രിമെന്റ് വന്നേക്കുന്നത്. ആ 2 എണ്ണം ഇറ്റ് ഗീവ്സ് എ സ്ലോപ്പ്. അതാണ് ഈ സ്ലോപ്പ് എന്ന് പറയുന്നത്. അതൊരു സ്ലോപ്പ് ഉണ്ടാക്കും. കണ്ടത്, ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എന്തുണ്ടാവില്ല, ദർ വിൽ നോട്ട് ബി ഇൻക്രിമെന്റ് ഇൻ ദ സ്പീഷീസ്. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് റിഗ്രഷൻ. അതായത് സ്പീഷീസ് കുറഞ്ഞു വരികയാണ്, മറ്റേതിനെ അപേക്ഷിച്ച് കൂടുന്നില്ല. നമ്മൾ മറ്റേതിനെ ഇരട്ടിയായിട്ടല്ലേ വന്നത്, ഇവിടെ കുറഞ്ഞു വരികയാണ്. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ റിഗ്രഷൻ കോയിഫിഷ്യന്റ് ഓർ സ്ലോപ്നെസ് ഓഫ് ദാറ്റ് ഗ്രാഫ്. ആ ഗ്രാഫിന്റെ സ്ലോപ്നെസ് എന്ന് പറയുന്നത് അതാണ്. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഇക്വേഷനാണ് S=CA to the power Z. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡിറൈവ്ഡ് ഇക്വേഷൻ ആണ്. ഇതിന്റെ ഡെറിവേഷൻ ഒന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നൗ വി വിൽ ജസ്റ്റ് കൺസിഡർ ദിസ് വൺ. ഓക്കെ, സോ S is the species richness, C is the y intercept. Y intercept എന്ന് പറയുന്നത് എന്താണ്? See here, ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് ഈ ഏരിയ കൺസിഡർ ചെയ്ത് ഇങ്ങോട്ട് വരച്ചത് ഈ ഒരു ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ അല്ലെങ്കിൽ ഈ ഒരു വാല്യൂ, ഇതിനെയാണ് നമ്മൾ y ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ C എന്ന് പറയുന്നത്. A എന്ന് പറയുന്ന ഏരിയ വിച്ച് വി ആർ കൺസിഡറിങ്. Z is nothing but the slope of the line. അതാണ് നമ്മൾ പറഞ്ഞ ആ റിഗ്രഷൻ, അതായത് ആ സ്പീഷീസ് റിച്ച്നെസ് കുറഞ്ഞു വരുന്നത്, അതിനെയാണ് Z എന്ന് പറയുന്നത്. അതാണ് സ്ലോപ്പ് ഉണ്ടാക്കുന്നത്.
Okay, so here this species area richness it was explained with a rectangular hyperbola. ഇനി അത് കുറച്ച് ഈസി ആക്കാൻ വേണ്ടി എസ് ഇസ് ഈക്വൽ ടു സി എ റേസ് ടു സെഡ് എന്ന് പറയുന്ന ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോളയെ തരുന്നത്. പക്ഷെ അതൊരു ലീനിയർ ഗ്രാഫ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടും അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സെയിം സ്പീഷീസ് തന്നെ കിട്ടുള്ളൂ. പക്ഷെ ഇതിനൊരു അറ്റം വേണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഹാവ് കൺസിഡർ ദിസ് ഇൻ എ ലോഗരിതമിക് സ്കെയിൽ. ലോഗരിതം വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ ലോഗ് എസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ലോഗ് എടുക്കണ്ടേ, ലോഗ് സി പ്ലസ് ലോഗ് ഇസഡ് ലോഗ് എ അല്ലേ. ഇപ്പോൾ നമ്മൾ സി ഇൻറ്റു എ അത് പ്ലസ് വയ്ക്കണം, എ റേസ് ടു സെഡ് ആണ്, അപ്പോൾ അത് സെഡ് ഇൻറ്റു ലോഗ് എ എന്ന് എഴുതണം. സോ ഹിയർ ലോഗ് എസ് ഇസ് ഈക്വൽ ടു ലോഗ് സി പ്ലസ് ഇസഡ് ലോഗ് എ. ഓക്കെ, ഇനി ആ ഇസഡ് ലോഗ് എയിൽ ഇസഡ് ദാറ്റ് വിൽ ബി ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് നമ്പർ ഫോർ എ പർട്ടിക്കുലർ എക്കോസിസ്റ്റം. നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വലിയ കോണ്ടിനെന്റ് പോലത്തെ എക്കോസിസ്റ്റം ഒന്നും അല്ലാത്ത എക്കോസിസ്റ്റത്തിന് സാധാരണ ഇസഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്ന ഏകദേശം 0.1 to 0.2 ആയിരിക്കും. ഓക്കെ, അത് ഏത് ടാക്സോണമി ഗ്രൂപ്പ് ആണെങ്കിലും അതിൻ്റെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 0.1 to 0.2 ആയിരിക്കും. ഇനി ഒരു കംപ്ലീറ്റ് കോണ്ടിനെന്റിനെയൊക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ വാല്യൂ 0.6 to 1.2 ഒക്കെ ആയിട്ട് കണക്കാക്കാം കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രൂജിവോറസ് ബേർഡ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട് ഈറ്റിംഗ് ബേർഡ്സ് ആൻഡ് മാമൽസ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്. ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിൽ തമ്മിൽ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 1.15 ആണ്. ഓക്കെ, so here we can say the species area richness or relationship. If we see the species richness, it will be increased by increasing the area, but there is a limit at a particular level. That species richness will show some limit. After that it will not increase as previously. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഏരിയ ഫസ്റ്റ് 5 ആയിരുന്നു, പിന്നെ 10 ആയി, പിന്നെ 20 ആയി. then after that it is just increasing to 22, or we can say it is just increasing to 21. അപ്പോൾ അതുമനുസരിച്ച് ഒരു റിഗ്രഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ആ റിഗ്രഷൻ ആണ് അവിടുത്തെ സ്ലോപ്പ് ഉണ്ടാക്കുന്നത്. കണ്ടത് അവിടെ നോക്കിയൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോവാം. See here, if this is 5, this is 10, this is 20, then after that this is 22, right? then after that again this is 22 only എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എന്താണ് ഒരു കർവ്, ദാറ്റ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഗ്രാഫ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഇസഡ്. ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റിഗ്രഷൻ കോഎഫിഷ്യന്റ്. റിഗ്രഷൻ കോഎഫിഷ്യന്റ് സാധാരണ നമുക്ക് ഏകദേശം 0.1 to 0.2 ആയിരിക്കും. 0.1 to 0.2 ആയിരിക്കും. ഇനി ഒരു കോണ്ടിനെന്റ് ഒക്കെ കൺസിഡർ ചെയ്താൽ it can go up to 0.6 to 1.2. അതേപോലെ in the case of frugivorous birds and mammals which was distributed in different tropical regions of different continent. പല കോണ്ടിനെന്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഈ ട്രോപ്പിക്കൽ സോണിൽ നമ്മൾ നോക്കിയാൽ അതിൻ്റെ ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് 1.15 ആണ്. The importance of species diversity to the ecosystem. ആക്ച്വലി എന്താണ് ഈ എക്കോസിസ്റ്റത്തിലെ ബയോഡൈവേഴ്സിറ്റിയുടെ ഇമ്പോർട്ടൻസ്? എക്കോളജിസ്റ്റ് പല വർഷങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്താണ് കൂടുതൽ സ്പീഷീസ് ഉണ്ടായ എക്കോസിസ്റ്റത്തിനുള്ള ബെനിഫിറ്റ്. ഒരു കാര്യം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള എക്കോസിസ്റ്റം എന്ന് പറയുന്നത് മോർ സ്റ്റേബിൾ ആണ്. ഡൈവേഴ്സിറ്റി കൂടുന്നതോറും ദ സ്റ്റെബിലിറ്റി ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്. അതെന്തുകൊണ്ടാണ് മോർ സ്റ്റേബിൾ ആകുന്നത്? ബയോഡൈവേഴ്സിറ്റി കൂടുന്നതോറും വേരിയേഷൻ കുറയും, പ്രൊഡക്ടിവിറ്റി കൂടും. അതുപോലെ തന്നെ അവർ ദേ വിൽ ബി resistant towards the variation which is occasional disturbance or which is made by a human being, or it is natural variations it is occurring. അതിനകത്ത് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, എക്കോസിസ്റ്റത്തിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പീഷീസ് റിച്ച്നെസ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഏലിയൻ സ്പീഷീസ്, ഒരു ന്യൂ സ്പീഷീസ് ഒരു ഹാബിറ്റാറ്റിൽ എക്കോസിസ്റ്റത്തിലേക്ക് പുതിയതായിട്ട് വന്നാൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സ്പീഷീസ് റിച്ച്നെസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെയാണ് എങ്ങനെയാണ് ഇത് സ്പീഷീസ് റിച്ച്നെസ്സും അതുപോലെ തന്നെ ഇത് we don't know how these attributes are linked to species richness in a community. എങ്ങനെയാണ് അത് സ്പീഷീസ് റിച്ച്നെസ് കമ്മ്യൂണിറ്റിയിലെ സ്പീഷീസ് റിച്ച്നെസ്സുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ബട്ട് ഡേവിഡ് he conducted some experiment in ecosystem using outdoor plot provide some tentative answer. ടിൽമാൻ എന്താ കണ്ടുപിടിച്ചത്? ഡേവിഡ് ടിൽമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് കേട്ടോ. ടിൽമാൻ എന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ with more the plot with more species showed
ലെസ് ഇയർ ടു ഇയർ വേരിയേഷൻ ടോട്ടൽ ബയോമാസ്, അതായത് അവരുടെ പ്രൊഡക്ടിവിറ്റി എപ്പോഴും ഏകദേശം ഒരു കോൺസ്റ്റന്റ് ലെവലിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഓക്കെ, എന്താണ് ഈ സ്പീഷീസ് റിച്ച്നെസ് കൊണ്ടുള്ള ഗുണം എന്ന് കംപ്ലീറ്റ്ലി നമുക്ക് അറിയാൻ പറ്റിയില്ലെങ്കിലും ഇറ്റ് ഈസ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് വെൽബീങ് ഓഫ് ആൻ എക്കോസിസ്റ്റം. വി റിയലൈസ് ദാറ്റ് റിച്ച് biodiversity is not only essential for ecosystem health, but it is essential for survival of human race on this planet. പ്ലാനറ്റിലെ ഹ്യൂമൻ ഹെൽത്തിനെയും അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ ഹെൽത്തിനെയും അത് ഫേവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് ബയോഡൈവേഴ്സിറ്റി കുറഞ്ഞു പോകുന്നത്, അതായത് ഓരോരോ ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്തോറും വാട്ട് ഈസ് ദ പ്രോബ്ലം ഫോർ അസ്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് അതിനൊരു ആൻസർ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വെസ്റ്റേൺ ഘാട്ടിലെ എക്കോസിസ്റ്റം be less functional if one of its tree frog species is lost forever. ആണോ? ഒരു ഫ്രോഗ് പോയി നേരത്തെ അവിടുത്തെ എക്കോസിസ്റ്റം അല്ലാതെ ലെസ് ഫങ്ഷണൽ ആവോ? അത് ചോദിച്ചാൽ സ്ലോലി ഇറ്റ് വിൽ ബിക്കം ലെസ് ഫങ്ഷണൽ വെൻ വൺ സ്പീഷീസ് ഇസ് ലൂസിങ് ഫ്രം ദ എക്കോസിസ്റ്റം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 20,000 ആൻസിന് പകരം 15,000 ആൻസ് ആണ് എർത്തിലുള്ളൂങ്കിൽ എങ്ങനെയത് ഹ്യൂമൻ ബീങ്സിനെ എഫക്ട് ചെയ്യുന്നത്? നമുക്കറിയില്ല. ഹ്യൂമൻ ബീങ്സിന് ആൻസിന്റെ ഡൈവേഴ്സിറ്റി കുറഞ്ഞു നേരത്തെ എങ്ങനെ എഫക്ട് ചെയ്യുന്നത് നമുക്കറിയില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഇഫ് വൺ ബൈ വൺ ഡൈവേഴ്സിറ്റി ഇഫ് ഇറ്റ് ഈസ് റെഡ്യൂസിങ് ഇറ്റ് വിൽ എഫക്ട് ദ ലൈഫ് ഓഫ് ഈവൻ ഹ്യൂമൻ ബീങ്സ് ഓൾസോ നമുക്കറിയാം. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോൾ എർലിച്ച് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഒരു റിവറ്റ് പോപ്പർ ഹൈപ്പോത്തസിസ് സജസ്റ്റ് ചെയ്തു. അതെന്താന്ന് വെച്ചാൽ ഹി കൺസിഡേർഡ് ആൻ എയ്റോപ്ലെയിൻ ആസ് എൻ എക്കോസിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്തു. അവിടെ അദ്ദേഹം തൗസൻഡ്സ് ഓഫ് റിവറ്റ്സ് അതായത് ചെറിയ നെയിൽസ് ഉണ്ടല്ലോ, ഹാണികൾ, അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഓരോ കണക്ഷൻസ്, ഓരോന്നിനെ സ്പീഷീസ് അദ്ദേഹം കൺസിഡർ ചെയ്തു. ഓരോ പാസഞ്ചറും അതിനകത്ത് കയറുമ്പോൾ ഓരോ റിവറ്റിനെ റിമൂവ് ചെയ്യുക, ഓരോ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക. ഈ ഫസ്റ്റ് എക്സ്റ്റിങ്ഷൻ തുടങ്ങുമ്പോൾ ഇറ്റ് മേ നോട്ട് അഫക്ട് ദ ഫ്ലൈറ്റ് സേഫ്റ്റിനെ എഫക്ട് ചെയ്യില്ല. പ്രോപ്പർ ഫംഗ്ഷനിങ് ഓഫ് ദ എക്കോസിസ്റ്റത്തിന് ഈ ഒരു സ്പീഷീസ് പോയി എന്ന് എഴുതി എഫക്ട് ചെയ്യില്ല. പക്ഷേ മോർ ആൻഡ് മോർ റിവറ്റ്സ് ആർ റിമൂവ്ഡ്, കൂടുതൽ പാർട്സ്, പ്ലെയിൻ്റെ പാർട്സ് റിമൂവ് ചെയ്യുമ്പോൾ എന്താവും? ഇറ്റ് വിൽ ബിക്കം ഡേഞ്ചറസ്ലി വീക്ക് ഓവർ എ പീരിയഡ് ഓഫ് ടൈം. അതേപോലെ തന്നെ വൺ ബൈ വൺ സ്പീഷീസ് ആയിട്ട് ഇതിനെ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദ എക്കോസിസ്റ്റം അറ്റ് ഓൾ. കംപ്ലീറ്റ്ലി ഇറ്റ് വിൽ ബി അഫക്റ്റഡ് ബാഡ്ലി, റൈറ്റ്? അതേപോലെ തന്നെ റിവറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള റിവറ്റ് റിമൂവ് ചെയ്ത, അതായത് വിങ്സിലുള്ള റിവറ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം വെരി സീരിയസ് ആൻഡ് ദ എയ്റോപ്ലെയിൻ ദേ മേ ലൂസ് ദ കൺട്രോൾ. അതേപോലെ തന്നെ എക്കോസിസ്റ്റത്തിലെ കീ സ്പീഷീസിലെ മേജർ എക്കോസിസ്റ്റം ഫംഗ്ഷൻ ചെയ്യുന്ന ഓർഗാനിസത്തിന് എക്സ്റ്റിങ്ഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും? കളികാരിയാവും, അല്ലേ? സോ ദർ ദ ബയോഡൈവേഴ്സിറ്റി എക്കോസിസ്റ്റം ഇറ്റ് വിൽ ബി വെരി ബാഡ്ലി എഫക്റ്റഡ്. സോ ഒരു ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നതുകൊണ്ടല്ല, ഒരു ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകുന്നതിന് പുറകെ അടുത്ത ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ? ഇവിടെ പ്രെഡേറ്റർ റിലേഷൻഷിപ്പ് ഒക്കെ നമ്മൾ പറഞ്ഞപ്പോൾ പ്രെഡേറ്റർ ഇല്ലാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൈസിന്റെ നമ്പർ കൂടും. പ്രൈസിന്റെ നമ്പർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? പ്രൈസ് തമ്മിൽ കോമ്പീറ്റ് ചെയ്തിട്ട് പ്രൈസ് എല്ലാം ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് ചത്തുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രെഡേറ്റേഴ്സ് ഉണ്ടാവുകയില്ല. അങ്ങനെയൊക്കെ ഉള്ള കുറേ ഇന്റർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഓരോ ഓർഗാനിസം എക്സ്റ്റിങ്ക്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ എഫക്ട് ദ സർവൈവൽ ഓഫ് അതർ ഓർഗാനിസം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബയോഡൈവേഴ്സിറ്റി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത്രയും കരുതലോട് കൂടി നമ്മൾ നമ്മുടെ ബയോഡൈവേഴ്സിറ്റിനെ കൺസർവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ എഫക്ട് ഈവൻ ദ ഹ്യൂമൻ റേസ് also. Next, loss of biodiversity. Biodiversity loss, if we see, നമുക്കറിയാം ബയോളജിക്കൽ വെൽത്ത് ഓഫ് അവർ പ്ലാനറ്റ് ഹാസ് ബീൻ ഡിക്ലൈനിങ് റാപ്പിഡ്ലി, അല്ലേ? ദ കോളനൈസേഷൻ ഓഫ് ട്രോപ്പിക്കൽ പസഫിക് ഐലൻഡ് ബൈ ഹ്യൂമൻ ഈസ് സെഡ് ടു ഹാവ് ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് മോർ ദാൻ 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സ്. അതായത് പസഫിക് ഐലൻഡിൽ ഹ്യൂമൻ ബീങ്സ് വന്നതോടുകൂടി 2000 സ്പീഷീസ് ഓഫ് നേറ്റീവ് ബേർഡ്സിൻ്റെ എക്സ്റ്റിങ്ഷൻ സംഭവിച്ചു. അതേപോലെ IUCN റെഡ് ഡേറ്റ ലിസ്റ്റ് വെച്ചിട്ട് 2004 ഡോക്യുമെന്റ് വെച്ച് നമ്മൾ നോക്കിയാൽ 784 സ്പീഷീസ് വിച്ച് ഇൻക്ലൂഡ് 338 വെർട്ടിബ്രേറ്റ്, 359 ഇൻവെർട്ടിബ്രേറ്റ്, 87 പ്ലാന്റ്സ് has lost in 500 years. ലാസ്റ്റ് 500 ഇയേഴ്സിൽ നടന്ന നഷ്ടങ്ങളാണ് ഇത്രയും. അതേപോലെ തന്നെ we can see some examples of recent extinction as Mauritius, that is dodo,
ഇൻ മൗറീഷ്യസ് ഡോഡോ പക്ഷി, ഡോഡോ എന്ന് പറയുന്ന ഒരു പക്ഷി കേട്ടോ, മൗറീഷ്യസ് ഐലൻഡിൽ കാണപ്പെട്ട ഒരു പക്ഷിയാണ്. ഹ്യൂമൻ എക്സ്പ്ലോയിറ്റേഷൻ വഴിയാണ് അത് എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. അതുപോലെ ക്വാഗ എന്ന് പറയുന്ന ഒരു തരം സീബ്രയാണ്, അത് ആഫ്രിക്കയിൽ കണ്ടുവന്ന ഒരു മൃഗമാണ്, അതും എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അതുപോലെ തൈലാസിൻ എന്ന് പറയുന്ന ടാസ്മാനിയൻ ടൈഗർ എന്ന് പറയുന്ന ഒരു കാർണിവോറസ് മാർസൂപ്പിയലാണ്. ടാസ്മാനിയൻ ടൈഗർ എന്ന് പറയുന്ന കാർണിവോറസ് മാർസൂപ്പിയലാണ് തൈലാസിൻ എന്ന് പറയുന്നത്. അത് ഓസ്ട്രേലിയയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. സ്റ്റെല്ലർ സീ കൗ വാസ് എക്സ്റ്റിങ്ക്റ്റഡ്. സീ കൗ തന്നെയാണ് കേട്ടോ, റഷ്യയിൽ നിന്ന് എക്സ്റ്റിങ്ക്റ്റ് ആയി. അതുപോലെ 3 സബ്സ്പീഷീസ് ഓഫ് ടൈഗറാസ്, ബാലി, ജവാൻ, കാസ്പിയൻ, ഇത് മൂന്നും എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയി. അതുപോലെ ലാസ്റ്റ് 20 years അലോൺ ഹാവ് വിറ്റ്നസ്ഡ് 27 സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആയിപ്പോയത് കാണാൻ പറ്റും. നമ്മൾ കെയർഫുള്ളി അനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എക്സ്റ്റിങ്ഷൻ ഒന്നും റാൻഡായിട്ട് സംഭവിക്കുന്നതല്ല. ഇറ്റ് ഈസ് അപ്പിയർ ടു ബി മോർ വൾണറബിൾ, സം സ്പീഷീസ് അപ്പിയർ ടു ബി മോർ വൾണറബിൾ ടു എക്സ്റ്റിങ്ഷൻ. അതിന് എക്സാമ്പിളാണ് ദ എക്സ്റ്റിങ്ഷൻ ഫാക്ട് ദാറ്റ് മോർ ദാൻ 15,500 സ്പീഷീസ് വേൾഡ് വൈഡ് ആർ ഫേസിങ് ദ ത്രെറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, എക്സ്റ്റിങ്ഷൻ ഇതൊരു റാൻഡം പ്രോസസ് അല്ല. ചില സ്പീഷീസ് ഭയങ്കര വൾണറബിൾ ആണ് എക്സ്റ്റിങ്ഷന്. അതിന് എക്സാമ്പിൾ ആംഫീബിയൻസ് ആണ് കേട്ടോ. അത് പറയുന്നതിന് മുമ്പ് അടുത്തതിനകത്തേക്ക് ഞാൻ പോയി. അതാണ്. ഇനി നമ്മൾ എക്സ്റ്റിങ്ഷൻ ഓഫ് ദ ഫാക്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 15,500 സ്പീഷീസോളം വേൾഡ് വൈഡ് എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് 12% ബേർഡ്സും, 23% മാമൽസും, 32% ആംഫീബിയൻസും, 31% ജിംനോസ്പോംസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ എർത്തിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും മാസ് എക്സ്റ്റിങ്ഷൻ ഏകദേശം 5 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഉണ്ടാവുന്നതിന് മുമ്പ് 3 billion years ago 5 പ്രാവശ്യം എക്സ്റ്റിങ്ഷൻ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 6ാമത്തെ എക്സ്റ്റിങ്ഷൻ ആണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 6ാമത്തെ എക്സ്റ്റിങ്ഷൻ ബാക്കി 5 എക്സ്റ്റിങ്ഷനെ അപേക്ഷിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള റേറ്റിലാണ് നടക്കുന്നത്. അതായത് 1000 to 1000 times ഫാസ്റ്റർ ആയിട്ടാണ് നടക്കുന്നത് പ്രീ ഹ്യൂമൻ ടൈംസിൽ നടന്ന എക്സ്റ്റിങ്ഷനേക്കാൾ കൂടുതലായിട്ട്. അത് ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടാണ് അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നത്. ഇങ്ങനത്തെ എക്സ്റ്റിങ്ഷൻ റേറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100 വർഷത്തിനുള്ളിൽ ഹാഫ് ഓഫ് ദ സ്പീഷീസ് ഓൺ ദ എർത്ത് വിൽ ബി എക്സ്റ്റിങ്ക്റ്റഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, ഈ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും. അതുപോലെ എൻവറോൺമെന്റിലേക്ക്, അവർ എക്കോസിസ്റ്റത്തിലേക്ക് എന്തെങ്കിലും പുതിയതായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി പോലെ ആക്ടിവിറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും. അതേപോലെ വേരിയബിലിറ്റി ഇൻ സർട്ടൻ എക്കോസിസ്റ്റം പ്രോസസ് സച്ച് ആസ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി, വാട്ടർ യൂസ്, പെസ്റ്റ് ആൻഡ് ഡിസീസ് സൈക്കിൾ, ഇതൊക്കെ എഫക്റ്റ് ചെയ്യും, ഇൻക്രീസ് ചെയ്യും ബിക്കോസ് ഓഫ് ദിസ് ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഓക്കെ, ഇനി ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? 4 കാരണങ്ങളാണുള്ളത്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ എവിൽ ക്വാർട്ടറ്റ് എന്നാണ് കളിയാക്കി അതിനെ വിളിക്കുന്നത്. സോബ്രിക്കറ്റ് എന്ന് പറയുന്ന പരിഹാസ പേര് എന്നാണ് കേട്ടോ അർത്ഥം. അതിനെ കളിയാക്കി പറയുന്നത് എവിൽ ക്വാർട്ടറ്റ് എന്നാണ്. അതിനകത്ത് ഫസ്റ്റ് എവിൽ എന്താണെന്ന് വെച്ചാൽ ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും എക്സ്റ്റിങ്ഷന് കാരണമായിട്ടില്ല. നമുക്കറിയാം ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ഒരുപാട് തരത്തിലുള്ള ഓർഗാനിസംസ് ഉണ്ട്. ഏകദേശം 14% എർത്തിന്റെ സർഫസ് കവർ ചെയ്തിട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. ഇന്നത് 6% മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1000 hectares ഓഫ് റെയിൻ ഫോറസ്റ്റ് നശിച്ചു പോയിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ലങ് ഓഫ് പ്ലാനറ്റ് ആണ്. ശരിക്കും എന്താണ് നമ്മുടെ എർത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പറയുന്ന ആമസോൺ ഫോറസ്റ്റിൽ നിന്നൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. പക്ഷെ ഇതൊക്കെ വെട്ടി നശിപ്പിച്ച് സോയാബീൻ്റെ കൾട്ടിവേഷനും അതുപോലെ ഗ്രാസ് ലാൻഡിൻ്റെ കൾട്ടിവേഷൻ, ഗ്രാസ് ലാൻഡ് ഒക്കെ ഈ ബീഫ് കാറ്റിലിനെ വളർത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. അതിനൊക്കെ വേണ്ടിയിട്ട് ഇത് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ വായിച്ചു കഴിയുമ്പോഴത്തേക്കും 1000 hectares ലാൻഡ് നശിപ്പിച്ചിട്ടുണ്ടാവും എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഹാബിറ്റാറ്റ് ലോസിന് വേറൊരു കാരണം പൊല്യൂഷനാണ്. പൊല്യൂഷൻ എന്തുകൊണ്ടുണ്ടാകുന്നത്? ഹ്യൂമൻ ആക്ടിവിറ്റീസ് കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ നമുക്ക് കാണാം ലാർജ് ഹാബിറ്റാറ്റ് ബ്രോക്കൺ ആയാലും എക്സ്റ്റിങ്ഷൻ നടക്കുന്നതാണ്. ലാർജ് ഹാബിറ്റാറ്റ് ബ്രോക്കൺ ആയത് ഫ്രാഗ്മെന്റേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാമൽസും ബേർഡ്സിനും ഒക്കെ ഒരുപാട് ലാൻഡ് ഏരിയ വേണം അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടി. അവരൊക്കെ ബാഡ്ലി എഫക്റ്റഡ് ആവും. അതുപോലെ തന്നെ മൈഗ്രേറ്ററി ഓർഗാനിസംസും ബാഡ്ലി എഫക്റ്റഡ് ആവും.
അതൊക്കെ ഒരു എന്താ പറയുക ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമായിട്ടുള്ള ഒരു ഫാക്ടറാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഹ്യൂമൻ ബീങ്സ് നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അത് ഫുഡിനും ഷെൽട്ടറിനും എല്ലാം വേണ്ടിയിട്ട് ഹ്യൂമൻ ബീങ്സിനെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു നീഡ്, അതിന് അവരെ ആവശ്യം വന്നിട്ട് ആർത്തിയായിട്ട് മാറുമ്പോൾ, ഗ്രീഡിനെസ് ആയിട്ട് മാറുമ്പോഴാണ് ദാറ്റ് ലീഡ് ടു ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓർ ദ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകുന്നത്. അതിന് ഒരു എക്സാമ്പിളാണ് സ്റ്റെല്ലർ സീ കൗ, പാസഞ്ചർ പീജിയനൊക്കെ 500 ഇയേഴ്സ് മുമ്പ്, ലാസ്റ്റ് 500 ഇയേഴ്സിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയതാണ്. അത് ഹ്യൂമൻ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഡോഡോ പക്ഷി വിച്ച് ഈസ് പ്രസന്റ് ഇൻ മൗറീഷ്യസ്, അതും എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത് ഹ്യൂമൻ ഓവർ യൂസ് കൊണ്ടാണ്. ഓക്കെ, അതുപോലെ തന്നെ മറൈൻ ഫിഷസിന്റെ ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ദാറ്റ് മേ ലീഡ് ടു എക്സ്റ്റിങ്ഷൻ. അതുപോലെ അത് എൻഡാഞ്ചറിങ്, അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്പീഷീസ് ആണ്. ഓക്കെ, കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സ്പീഷീസും ഇങ്ങനെ ഹാർവെസ്റ്റിംഗ് ഓവർ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ കൊണ്ട് ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാം. ഏലിയൻ സ്പീഷീസ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഗാനിസംസ് അവിടെ കാണുന്ന ഇൻഡിജിനസ് സ്പീഷീസിനെ എഫക്ട് ചെയ്യും. അതിനൊരു എക്സാമ്പിളാണ് നൈൽ പെർച്ച് എന്ന് പറയുന്ന ഓർഗാനിസം. നൈൽ പെർച്ച് എന്ന് പറയുന്ന അക്വാറ്റിക് ഫ്രഷ് വാട്ടർ ഫിഷാണ്. ഈ ഫ്രഷ് വാട്ടർ ഫിഷിനെ ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്കയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഏകദേശം 200 സ്പീഷീസ് ഓഫ് കിക്ലിക് fish were extincted. ഓക്കെ, അപ്പോൾ ഒരു പുതിയ സ്പീഷീസ് ഓർഗാനിസം, ഒരു ഏലിയൻ സ്പീഷീസ് ഓർഗാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതും എന്താ പറയുക പടർന്നു പിടിക്കുന്നതാണ്. അതിന് വേറൊരു എക്സാമ്പിളാണ് ഇൻ ദ കേസ് ഓഫ് പ്ലാന്റ്സ് ക്യാരറ്റ് ഗ്രാസ്, പാർത്തേനിയം, ലന്താന ആൻഡ് വാട്ടർ ഹയാസിന്ത് ഓർ എയ്ക്കോർണിയ, ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്. അതുപോലെ ഇല്ലീഗൽ ഇൻട്രൊഡക്ഷൻ ഓഫ് ആഫ്രിക്കൻ കാറ്റ് ഫിഷ്, ക്ലാരിയാസ് ഗാരിപൈനസ് എന്ന് പറയുന്ന ഫിഷാണ്. അത് അക്വാകൾച്ചറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ദാറ്റ് ഈസ് ഇൻഡിജിനസ് ആയിട്ടുള്ള കാറ്റ് ഫിഷിനെ അത് ഒരുപാട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിന് ത്രെറ്റ് ആയിട്ടാണ് അത് വളരുന്നത്. അതുപോലെ കോ എക്സ്റ്റിങ്ഷൻ ഈ പറയുന്ന ബയോഡൈവേഴ്സിറ്റി ലോസ് ആവാൻ വേറൊരു കാരണമാണ്. ഒരു സ്പീഷീസ് വേറൊരു സ്പീഷീസുമായിട്ട് ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആകുമ്പോൾ അതിനായിട്ട് ഒബ്ലിഗേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ് എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും. നമ്മൾ മ്യൂച്വൽ റിലേഷൻഷിപ്പിൽ കാണുന്ന ഓർഗാനിസംസ് നമ്മൾ പറഞ്ഞിട്ടില്ലേ, ദിസ് വൺ പൈനസ്, ഇറ്റ് ഈസ് ഇൻ ഒബ്ലിഗേറ്ററി റിലേഷൻഷിപ്പ് വിത്ത് ദ മൈക്കോറൈസൽ അസോസിയേഷൻ. അപ്പോൾ മൈക്കോറൈസൽ അസോസിയേഷനിലെ ഫംഗസ് ഉണ്ടായി കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പൈനസ് ജെർമിനേഷൻ തന്നെ നടക്കില്ല. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും പ്ലാൻ പോളിനേറ്റർ മ്യൂച്വലിസം. ഫിഗിൽ ആ മോത്ത് വന്നില്ലെങ്കിൽ എന്താണ് അവിടെ പോളിനേഷൻ നടക്കില്ല. അങ്ങനത്തെ തരത്തിലുള്ള കോ എക്സ്റ്റിങ്ഷൻ ഓൾസോ ഇറ്റ് ക്യാൻ ഒക്കർ ഇൻ ദ കേസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. അതേപോലെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി കൺസർവ് ചെയ്യേണ്ടത്? ബയോഡൈവേഴ്സിറ്റി വി ആർ യൂസിങ് ഇൻ ഡിഫറെൻറ്റ് വേസ്. ദാറ്റ് ഈസ് മേജർലി 3 വേസിലാണ്. വൺ ഈസ് നാരോലി യൂട്ടിലിറ്റേറിയൻ, സെക്കൻഡ് വൺ ഇറ്റ് ഈസ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ, തേർഡ് വൺ ഇറ്റ് ഈസ് എത്തിക്കൽ. നാരോ യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബയോഡൈവേഴ്സിറ്റിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഹ്യൂമൻ ഡിറൈവ് കൗണ്ട്ലെസ് ഡയറക്റ്റ് എക്കണോമിക് ബെനിഫിറ്റ് ഫ്രം ദ നേച്ചർ. അത് ഫുഡിന്റെ ഫോമിലാവാം, സിറിയൽസ്, പൾസസ്, ഫ്രൂട്ട്സ്, അതുപോലെ ഫയർവുഡ്, ഫൈബർ, കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ടാനിൻ, ലൂബ്രിക്കൻറ്റ്, ഡൈസ്, റെസിൻസ്, പെർഫ്യൂംസ്, അതുപോലെ തന്നെ മെഡിസിനൽ പ്ലാന്റ്സ്, മെഡിസിനൽ ഇമ്പോർട്ടൻസും ഉണ്ട്. അതുപോലെ മോർ ദാൻ 25% ഓഫ് ദ ഡ്രഗ്സ് അത് പ്ലാന്റ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന 25,000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് നേറ്റീവ് പീപ്പിൾ വന്നിട്ട്. എത്രമാത്രം മെഡിസിനൽ പ്ലാന്റ്സ് ഇനി ഹിഡൻ ആയിട്ട് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയാത്ത കാര്യമാണ് അല്ലേ. സോ ഹിയർ വി ക്യാൻ സേ മെഡിസിനൽ ഇമ്പോർട്ടൻസ് ഈസ് വെരി very huge if in the ecosystem, and we can see that is a priceless worth to the human being, we can say. Okay, adevole increasing resources put into bioprospecting, അതായത് എക്സ്പ്ലോറിംഗ് മോളിക്കുലാർ ജനറ്റിക് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റി ഫോർ പ്രോഡക്റ്റ് ഓഫ് എക്കണോമിക് ഇമ്പോർട്ടൻസ്. അതായത് ബയോഡൈവേഴ്സിറ്റി റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യും, ഓരോ ജനറ്റിക് വേരിയേഷൻ അനുസരിച്ചും റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മൾ പഠിച്ചു റെസർപൈൻ എന്ന് പറയുന്ന ആ ഒരു കെമിക്കലിന്റെ എന്താണ് വേരിയേഷൻ അനുസരിച്ച് റവോൾഫിയ, വോമിറ്റോറിയ പല തരത്തിലുള്ള ജനറ്റിക് ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ പലതരത്തിലുള്ള വെറൈറ്റി ഓർഗാനിസംസും നമുക്ക് പല കോൺട്രിബ്യൂഷൻസ് കിട്ടുന്നത്. നാരോ യൂട്ടിലിറ്റേറിയനിൽ നമ്മൾ പലതരത്തിൽ അവരെ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കോസിസ്റ്റം സർവീസിൽ ഒരു മേജർ റോള് തന്നെയാണ് ബ്രോഡ്ലി യൂട്ടിലിറ്റേറിയൻ എന്ന് പറയുന്നത്.
ഓക്കെ, അതായത് ആമസോൺ ഫോറസ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി നമ്മുടെ എർത്തിൽ അറ്റ്മോസ്ഫിയറിൽ 20% ഓക്സിജനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ പറയുന്ന ആമസോൺ ഫോറസ്റ്റ് ആണ്. അതിന് നമുക്ക് വർത്ത്ലെസ് ആണ് അല്ലേ, നമുക്ക് എന്താ പറയുക, നമുക്ക് നോട്ട് വർത്ത്ലെസ്, പ്രൈസ്ലെസ് ആണ്. നമുക്ക് അതിന്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഒരു ഓക്സിജൻ സിലിണ്ടറിന്റെ വാല്യൂ ഹോസ്പിറ്റലിലൊക്കെ എത്രയാണെന്ന് നമുക്കറിയാവുന്ന അല്ലേ. അത് വെച്ച് നോക്കി കഴിയുമ്പോൾ ഇത് എത്രയോ വലിയൊരു സർവീസാണ് ചെയ്യുന്നത്. അതുപോലെ പോളിനേഷൻ ഒരു കാശും മുടക്കാതെയാണ് ഫ്രൂട്ട്സും സീഡ്സും സെറ്റ് ചെയ്യാൻ വേണ്ടി പോളിനേഷൻ നടക്കുന്നത്. അതും ഒരു എക്കോസിസ്റ്റം സർവീസ് തന്നെയാണ്. കാരണം എന്താ, പോളിനേറ്റേഴ്സ് ആസ് ബീസ്, ബംബിൾ ബീസ്, ബേർഡ്സ്, ബാറ്റ്സ്, ഇതൊക്കെ ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നതാണ് അല്ലേ. അതേപോലെ ഈസ്തറ്റിക് പ്ലഷർ, ലൈക്ക് നമുക്കറിയാം, നമുക്ക് ഈ നേച്ചർ, അതായത് ഗ്രീനിഷ് ആയിട്ടുള്ള നേച്ചറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഒട്ടുമുക്കാലും പ്രശ്നങ്ങൾ നമ്മുടെ മൈൻഡ് കാമാവും. അതുപോലെ നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ് അല്ലെ. ഓക്സിജന്റെ കണ്ടന്റ് കൂടുതലുള്ളിടത്ത് പോയി നിന്ന് ബ്രീത്ത് ചെയ്താൽ പോലും നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കും. നമുക്ക് വല്ല അസുഖമൊക്കെ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ വല്ലയിടത്തും പെയിനൊക്കെ വരുമ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ പറയാറുണ്ട്, നല്ലോണം ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പെയിൻ പോവും എന്ന് പറയാറുണ്ട്. ആ ഓക്സിജന്റെ സപ്ലൈ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എന്നാലും ആ നേച്ചറിൽ ഇപ്പം നമ്മൾ പറയില്ലേ, ചുമ്മാ അടച്ചിട്ട റൂമിൽ ഇരിക്കുന്നതിൽ നല്ലതാണ് കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ പോയിരിക്കുന്നത്. ആ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഗീവ് എ പ്ലഷർ ടു us, റൈറ്റ്. അതേപോലെ തന്നെ ബുൾബുൾ സിങ് ചെയ്യുന്ന കേൾക്കുമ്പോൾ, അതേപോലെ മെനി തിങ്സ്, ഇറ്റ് വിൽ ഗീവ് എ വെരി ഗുഡ് പ്ലഷർ ടു ഹ്യൂമൻ ബീങ്സ്. അതിനൊന്നും നമുക്കൊരു പ്രൈസ് ടാഗ് കൊടുക്കാനൊന്നും പറ്റില്ല. അതുപോലെ എത്തിക്കൽ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ട്. എന്തിനാണ് ഈ മൈക്രോ ഓർഗാനിസംസും അതുപോലെ അൺനെസസറി ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ഈ പറയുന്ന ബയോസ്ഫിയറിലുള്ളത്? എന്താ ബയോഡൈവേഴ്സിറ്റിയുടെ ആവശ്യം എന്നൊക്കെ ചോദിച്ചാൽ, ഓരോ ഓർഗാനിസത്തിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. ആ മോറൽ വാല്യൂ, ആ മോറൽ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു വാല്യൂ റെക്കഗ്നൈസ് ചെയ്തിട്ട് നമ്മൾ എടുക്കേണ്ട ഒരു മോറൽ ഡ്യൂട്ടിയാണ് എല്ലാ ഓർഗാനിസത്തിനെയും ഫ്യൂച്ചർ നമ്മുടെ നേച്ചറിൽ കൺസർവ് ചെയ്യുക എന്നുള്ളത്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ ഓർഗാനിസത്തിനെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിനെ കൺസർവ് ചെയ്യാൻ പറ്റുന്നത്? ബയോഡൈവേഴ്സിറ്റിനെ 2 തരത്തിൽ കൺസർവ് ചെയ്യാം. അതായത് നമ്മൾ ഒരു കംപ്ലീറ്റ് എക്കോസിസ്റ്റത്തിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ആ എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ഓർഗാനിസത്തിനെയും കൺസർവ് ചെയ്യുകയാണ് ചെയ്യുക. അതിന് നമ്മൾ ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയും. പക്ഷേ ചില ഓർഗാനിസംസ് ഓൾറെഡി ടൂ മച്ച് എക്സ്റ്റിങ്ഷന് വേണ്ടിയിട്ട് വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ഓർഗാനിസം ആണെങ്കിൽ നമ്മൾ ആ എക്കോസിസ്റ്റത്തിൽ വിട്ടിട്ട് പോകുന്നു കഴിഞ്ഞാൽ എക്കോസിസ്റ്റത്തിനെ കൺസർവ് ചെയ്താൽ ചിലപ്പോൾ ആ ഓർഗാനിസം ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. സോ വി ഹാവ് ടു ടേക്ക് ദോസ് ഓർഗാനിസംസ് ഔട്ട്സൈഡ് ഫ്രം ഇറ്റ്സ് എക്കോസിസ്റ്റം. അതിന് എക്സിറ്റു കൺസർവേഷൻ എന്ന് പറയും. ഇനി നമുക്ക് ഇൻസിറ്റു കൺസർവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻസിറ്റു കൺസർവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ സാധ്യതയുള്ള സ്പീഷീസ് കാണുന്ന ഒരു ഏരിയ ഇഫ് വി ആർ പ്രൊട്ടക്റ്റിംഗ്, ദാറ്റ് ഈസ് ഇൻസിറ്റു കൺസർവേഷൻ. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്, അത് എന്താ പറയുക, ഒരു അതിനെ കൺസർവ് ചെയ്യുന്ന പറയുന്ന ഒരു ഇൻസിറ്റു കൺസർവേഷൻ ആണ്. ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടിലൊക്കെ നമ്മൾ കാണുന്ന റിച്ച്നെസ് ഓഫ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസ് ആണ്. എൻഡമിസ് എന്ന് പറയുന്ന ചില ഗ്രൂപ്പിലുള്ള ഓർഗാനിസം അല്ലെങ്കിൽ ചില സ്പീഷീസിലുള്ള ഓർഗാനിസം ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രം കാണുന്നതിന് നമ്മൾ എൻഡമിസ് എന്ന് പറയുന്നത്. അതേപോലെ കാണുന്ന ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ഈ ആദ്യം 25 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് ആയിരുന്നു കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇന്ന് 9 എണ്ണം കൂടി കണ്ടുപിടിച്ച 34 ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്സ് ആണ് ഉള്ളത്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ 3 ഓഫ് ദീസ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറഞ്ഞാൽ കൊടുത്തിട്ടുള്ളത് വെസ്റ്റേൺ ഘാട്ട്, ശ്രീലങ്ക, ഇൻഡോ ബർമാൻ, ഹിമാലയ എന്ന് പറഞ്ഞത്. പക്ഷെ നമുക്ക് 4 ഹോട്ട്സ്പോട്ടാണ് ഉള്ളത് കേട്ടോ. വെസ്റ്റേൺ ഘാട്ട്, ശ്രീലങ്ക, ഇൻഡോ ബർമാൻ, ഹിമാലയ. അപ്പോൾ നമ്മുടെ ഹൈ ബയോഡൈവേഴ്സിറ്റി റീജിയൻ ആണ് ഈ പറയുന്ന ഏരിയാസ്. ഓക്കെ, അതേപോലെ നമുക്ക് ഈ ബയോഡൈവേഴ്സിറ്റി കൂടുതലുള്ള ഹോട്ട്സ്പോട്ടിനെ കൺസർവ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം 30% എക്സ്റ്റിങ്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ബിലീവ് ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ത്യയിൽ ബയോഡൈവേഴ്സിറ്റി റീജിയൻ ലീഗലി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഏതൊക്കെയാണ് ലീഗലി പ്രൊട്ടക്ട് ചെയ്ത ബയോഡൈവേഴ്സിറ്റി റീജിയൻ എന്ന് ചോദിച്ചാൽ ബയോസ്ഫിയർ റിസർവ് ഉണ്ട്, നാഷണൽ പാർക്ക് ഉണ്ട്, അതുപോലെ തന്നെ സാങ്ച്വറീസ് ഉണ്ട്. അതേപോലെ 14 ബയോസ്ഫിയർ റിസർവും 90 നാഷണൽ പാർക്സും 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസുമാണ് ഇന്ത്യയിലുള്ളത്. അതേപോലെ ഇന്ത്യയിൽ പല റീജിയൻസും കൾച്ചറൽ ട്രഡീഷൻസ് വെച്ച് ചില നേച്ചറിനെ ചില റീജിയൻസ് പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അതായത് ചില ട്രാക്ട് ഓഫ് ഫോറസ്റ്റ് will be protected where the venerated plants or trees are present. അതായത് venerated plants എന്ന് പറഞ്ഞാൽ വന്ദിതമായ അല്ലെങ്കിൽ ആദരിക്കപ്പെടുന്ന പ്ലാന്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു റീജിയൻ, അതിന് നമ്മൾ സീക്രട്ട് ഗ്രൂവ്സ് എന്നാണ് പറയുക. സീക്രട്ട് ഗ്രൂവ്സ് എന്ന് പറയുന്ന വേറൊന്നുമില്ല, ഫോറസ്റ്റിൽ നമുക്ക് എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈസ്തെറ്റിക് വാല്യൂ ഉള്ള ചില പ്ലാന്റ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് നമ്മൾ സീക്രട്ട് ഗ്രൂവ് എന്ന് പറയുന്നത്. അത് കാശിയിലും അതുപോലെ ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, വെസ്റ്റേൺ ഘാട്ട് റീജിയൻ ഓഫ് കർണാടക ആൻഡ് മഹാരാഷ്ട്ര ആൻഡ് സർഗുജ, ചാണ്ട ആൻഡ് ബസ്താർ ഏരിയാസ് ഓഫ് മധ്യപ്രദേശ്, ഇവിടെയൊക്കെ നമുക്ക്
സീക്രട്ട് ഗ്രൂസ് കാണാൻ പറ്റും. അതുപോലെ മേഘാലയയിൽ സീക്രട്ട് ഗ്രൂ എന്ന് പറയുന്ന ലാസ്റ്റ് റെഫ്യൂജി ഫോർ എ ലാർജ് നമ്പർ ഓഫ് റെയർ ആൻഡ് ത്രെറ്റൻഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ. അതുപോലെ എക്സിറ്റോ കൺസർവേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാൻ പോകുന്ന ഓർഗാനിസത്തിനെ അതിൻ്റെ നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്ന് പുറത്തെടുത്ത് നമ്മൾ സുവോളജിക്കൽ പാർക്കിലോ ബൊട്ടാണിക്കൽ ഗാർഡനിലോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സഫാരി പാർക്കിലൊക്കെ സൂക്ഷിക്കുന്നതിനെ അവിടെ വളർത്തുന്നതിനെയാണ് നമ്മൾ എക്സിറ്റോ കൺസർവേഷൻ എന്ന് പറയുന്നത്. പല ആനിമൽസും നമ്മൾ സുവോളജിക്കൽ പാർക്കിൽ കാണാറുണ്ട്, ഈവൻ ഇറ്റ് ഈസ് നോട്ട് പ്രസൻറ്റ് ഇൻ ദ വൈൽഡ് ഹാബിറ്റാറ്റ്. നമ്മൾ വൈൽഡ് ഹാബിറ്റാറ്റിൽ എക്സ്റ്റിങ്ക്റ്റ് ആയി പോകും എന്ന് തോന്നുന്നതിനെ നമ്മൾ എടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് വൈൽഡ് ലൈഫിൽ ചിലപ്പോൾ എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുണ്ടാവും. ഇറ്റ് വിൽ ബി പ്രസൻറ്റ് ഇൻ ദ സുവോളജിക്കൽ പാർക്ക് ഓർ ഇൻ ദ ബൊട്ടാണിക്കൽ ഗാർഡൻ. എക്സിറ്റോ കൺസർവേഷനിൽ നമുക്ക് ഒരു ത്രെറ്റൻ സ്പീഷീസിനെ നമുക്ക് കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാം. അതേപോലെ തന്നെ വി ക്യാൻ കളക്ട് ദ ഗ്യാമീറ്റ്സ് ഓഫ് ദോസ് ഓർഗാനിസംസ് ലൈക്ക് മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കളക്ട് ചെയ്ത് അതിനെ ഫെർട്ടൈൽ കണ്ടീഷനിൽ വയബിൾ ആയിട്ട് ക്രയോ പ്രിസർവേഷൻ വഴി കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാം. അതിനെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്തിട്ട് വീണ്ടും നമുക്കതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുകയും ചെയ്യാം. അതേപോലെ തന്നെ ടിഷ്യൂ കൾച്ചറിന് വേണ്ടിയിട്ട് പ്ലാന്റിൻ്റെ പാർട്ട് സൂക്ഷിച്ചു വയ്ക്കാം. ഈ ക്രയോ പ്രിസർവേഷനിൽ ലിക്വിഡ് നൈട്രജനിൽ -196 ഡിഗ്രി സെൽഷ്യസിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ സീഡ്സും നമുക്ക് ജനറ്റിക് സ്ട്രെയിൻസിലുള്ള കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ സീഡ്സിനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ഒന്നുമല്ല. എല്ലാ നേഷനും എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ദ എർത്ത് സബ്മിറ്റ് ദാറ്റ് വാസ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ 1992. അതിലെല്ലാ രാജ്യങ്ങളെയും വിളിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷന് വേണ്ടിയിട്ട് ചെയ്യണം, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ യൂട്ടിലൈസേഷൻ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്, ദീസ് ഓൾ വെർ ഡിസ്കസ്ഡ് ഇൻ ദിസ് ഹിസ്റ്റോറിക് കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ഓർ ദ എർത്ത് സബ്മിറ്റ് ഇൻ 1992. അതേപോലെ തന്നെ അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതിന് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന പേരിൽ 2002 ജോഹാൻസ്ബർഗ് സൗത്ത് ആഫ്രിക്കയിൽ 190 രാജ്യങ്ങൾ കൂടിയിട്ട് പ്ലഡ്ജ് ചെയ്തു. 2010 വരുമ്പോഴത്തേക്കും സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ കറണ്ട് റേറ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഗ്ലോബൽ റീജിയണൽ ആൻഡ് ലോക്കൽ ലെവലിൽ കൊണ്ടുവരും എന്ന് പ്ലഡ്ജ് ചെയ്തു. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എക്സിറ്റു കൺസർവേഷനും ഇൻസിറ്റു കൺസർവേഷനും എന്താണെന്ന് ഓർത്തിരിക്കുക, സീക്രട്ട് ഗ്രൂസ് എന്താണെന്ന് ഓർത്തിരിക്കുക, ഇന്ത്യയിൽ എത്ര ഹോട്ട്സ്പോട്ട്സ് ഉണ്ടെന്ന് ഓർത്തിരിക്കുക, ഹോട്ട്സ്പോട്ട്സ് ഏതാണെന്നൊക്കെ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ നാരോ യൂട്ടിലിറ്റേറിയനും ബ്രോഡ് യൂട്ടിലിറ്റേറിയനും എന്താണെന്ന് ഓർത്തിരിക്കുക. ഏലിയൻ സ്പീഷീസിൻ്റെ ഇൻട്രൊഡക്ഷനിൽ നൈൽ പർച്ച് ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പിൽ നമ്മൾ ഗ്രാഫ് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻറ്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ വെർട്ടിബ്രേറ്റും ഇൻവെർട്ടിബ്രേറ്റും പ്ലാന്റ്സിൻ്റെയൊക്കെ ആ ഒരു 70% ഓഫ് ഓൾ ആനിമൽസ് പ്രസൻറ്റ് ഓൾ ഓർഗാനിസം പ്രസൻറ്റ് ഓൺ ദ എർത്ത് ഈസ് ആനിമൽസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഡൈവേഴ്സിഫിക്കേഷൻ കൊടുത്തിട്ടില്ലേ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്റർ ചുരുക്കി പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് നീറ്റ് എക്സാമിന് വരാറുള്ളതാണ് കേട്ടോ.